തന്ന് രഞ്ജിത്തേട്ടനും നമ്മുടെ സിനിമ പ്രൊഡ്യൂസർ രജപുത്ര രഞ്ജിത്തും ആന്റണി ചേട്ടനും ഒക്കെ അവിടെ ഒരു സദസ്സിൽ ഇരിപ്പുണ്ട്. അപ്പൊ എന്നെ കണ്ടപ്പോഴത്തേക്ക് എന്താ ഈ ഒരുക്കങ്ങൾ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ഇടയ്ക്ക് ഒരു പോയിന്റ് വരും. ആ പോയിന്റിൽ നിന്നാണ് ഈ ഫാൻ ബോയ് മൂവ്മെന്റ് കട്ട് ചെയ്യാൻ ഞാൻ ഡിസൈഡ് ചെയ്തത്. നിങ്ങളൊക്കെ പറഞ്ഞു എല്ലാവരും ലാൽ സാറിന് വെച്ച് പടം ചെയ്യാൻ വരുമ്പോൾ ഒട്ടുമിക്ക ഡയറക്ടേഴ്സിനും പറ്റുന്നത് എന്ന് പറയുന്നത് ലാൽ സാറിന് വേണ്ടിയിട്ട് അവർ മാറും. തരുണിന്റെ സിനിമകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. തരുണിന്റെ വേ ഓഫ് ഫിലിം മേക്കിങ്ങും പ്രോസസ്സും ഒക്കെ ഞങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ തരുണിന്റെ സ്പേസിൽ ലാൽ സാറിനെ കൊണ്ടൊന്ന് നിർത്തിയാൽ മതി. ലാൽ സാറിന് വേണ്ടി തരുൺ മാറാൻ നിൽക്കണ്ട. അപ്പോൾ ലാൽ സാർ ഒരിക്കലും പറഞ്ഞിട്ടില്ല എനിക്ക് വേണ്ടി മാറണമെന്ന്. പക്ഷേ നമ്മുടെ ഈ ഫാൻ ബോയ് മൂവ്മെന്റും അല്ലെങ്കിൽ ഇത്രയും വലിയ ലെജൻഡും ഒക്കെ ആയ ഒരാളായതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ പതിയെ മാറി തുടങ്ങും. അപ്പോൾ ആ ഒരു പോയിന്റിൽ നിന്ന് ഞാൻ ഈ ഫാൻ ബോയ് മൂവ്മെന്റ് കട്ട് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ സ്പേസിലേക്ക് കംഫർട്ട് സോണിലേക്ക് ഇവരെ കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ചിരുന്നു. അപ്പം അതിങ്ങനെ മനസ്സിൽ കിടന്നുകൊണ്ട് തന്നെ ഈ ഫസ്റ്റ് സീക്വൻസ് പറയുമ്പോൾ തന്നെ ഈ ഫാൻ ബോയ് മൂവ്മെന്റ് ഒക്കെ ഇങ്ങനെ തേടി വന്നെങ്കിൽ പോലും നമ്മൾ പിന്നെ ഞാൻ ഇതിന്റെ ഡയറക്ടറാണ് സാർ, നമ്മൾ കഞ്ഞിമുക്കിയ സാരി വലിക്കാറുണ്ട് സാർ, ഞാൻ എൻ്റെ വീട്ടിൽ കാണാനുള്ള കാഴ്ചയാണ്. നമ്മളിങ്ങനെ രണ്ട് സൈഡിലോട്ടും വലിച്ച് പിടിച്ചിട്ട് അതിൻ്റെ ഒരു പിടിക്കുമ്പോൾ സാർ ശോഭനാഭവൻ ഒന്ന് അടുത്തേക്ക് ചേർക്കണം, പിന്നെ സാറിൻ്റെ ആ രീതിയിൽ സാർ അങ്ങോട്ട് ചെയ്തോളൂ, അത് മടക്കി വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടുപേരും അത് കുട്ടികളെപ്പോലെ കേട്ടിരുന്നിട്ട് രണ്ടുപേരും പോയി ഒരു രണ്ടാമത്തെ ടേക്കിൽ ഫസ്റ്റ്